ഓട്ടം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മനി നാളായി അച്ഛൻ കുഞ്ചി പറയാറില്ലേ. ഞാനൊരു പൂക്കളിട്ടു, കാലത്തിന്റെ അമ്മയും പൂക്കളിട്ടു. അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വാളുണ്ട് പൂക്കളിട്ടു. അച്ഛൻ വന്നപ്പോ അച്ഛന്റെ മോള് കിണങ്ങളുണ്ട്. എന്തിനടി മോളെ തല തല്ലിക്കരയണത്? ചോറ് ചോച്ചപ്പോ അമ്മ കീറു തന്നച്ച. ആ കീറു കിട്ടിയപ്പോൾ എന്റെ പ്രാണൻ പോയച്ച. അച്ഛനെ വേണ്ടേടി നിനക്ക് അത്താഴ വേണ്ടേടി? അത്താഴം വേണ്ടെനിക്ക് ദൈവേ, എന്റെ അച്ഛനെ മാത്രം മതി. അങ്ങനെ നോക്കി വളർത്തിയ ഒരു കുടുംബത്തിൽ ജനിച്ചൊരു ആളാണ് ഞാൻ. എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു സിനിമാ നടനാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതും ഇത്രയും ഇങ്ങനെ കാണുമ്പോൾ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നാണ്. എനിക്കിപ്പോ ഏകദേശം എനിക്ക് വല്ലാത്തൊരു ശക്തി കിട്ടിയ പോലെയാണ്. കാരണം നിങ്ങളെല്ലാവരും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാവരും എന്നെ തന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം ആ ശക്തി എനിക്ക് ആ ശക്തി എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അത് എപ്പോഴും ആ ശക്തിയുടെ ഒരു പകുതി പങ്കും നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാവും എന്നുള്ളത് ഈ വേദിയിൽ വെച്ച് ഞാൻ ഉറപ്പ് തരികയാണ്. ഇന്നിവിടെ പങ്കെടുത്ത ബഹുമാനപ്പെട്ട നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ സാറിനും MLAക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇതില് ഈ പങ്കുകൊണ്ട് എല്ലാവർക്കും എന്റെ കൊച്ചനുജന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ നന്ദി പറയുകയാണ്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇനിയും ഒരുപാട് പരിപാടികൾ നമ്മളിവിടെ നടത്തും. ഇനിയും ഒരുപാട് പരിപാടികൾ നമ്മൾ നടത്തും. നല്ല നല്ല പരിപാടികൾക്ക് വേണ്ടി മാത്രം. ഞാൻ പറയുന്നത് എന്റെ സിനിമയ്ക്ക് കൈയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാൻസിനെ അല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് അങ്ങനത്തെ ഫാൻസ് വേണ്ട. ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നെ കാണുമ്പോൾ കുറെ കടലാസ് കീറിയും കൈയടിച്ചും വിസിലടിച്ചും അതിനുള്ള ഒരു ഫാൻസ് വേണ്ട. നമ്മ ചെയ്യേണ്ടത് കുറെ പാവങ്ങളെ സഹായിക്കാനുള്ള കൂട്ടുകാരാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ ആയിരിക്കണം. സിനിമയിൽ നമുക്ക് 10, 15, 25 ആളൊക്കെ സിനിമയിലൊക്കെ ഇടിച്ചിടാൻ പറ്റും സിനിമയിലൊക്കെ. പക്ഷെ നമ്മളതൊക്കെ ജീവിതത്തിലും കുറെ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി നമ്മളിതിന് പുറകിൽ ഇറങ്ങണം എന്നുള്ളതാണ്. നമുക്ക് സിനിമ ആയിട്ടുള്ള യാതൊരു ഇതും വേണ്ട എന്നുള്ളതാണ്. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു, എന്റെ സിനിമ കാണുന്നു, അതെനിക്ക് സന്തോഷം. എന്റെ പാട്ട് കേൾക്കുന്നു, അത് അങ്ങനെ വേണം. നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്റെ കൊച്ചനുജന്മാര്, ഈ കറമ്പന്മായ കുറുമ്പന്മാരെല്ലാവരും എന്റെ കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇനി ഏത് പാട്ടാ പറഞ്ഞേ? ശരി, എന്നാ നമുക്ക് എല്ലാവർക്കും കൂടി എന്റെ കൂടെ ഒന്ന് പാടല്ലേ? ഓടണ്ട ഓടണ്ട ഓമന പൂമുഖം, ഓമന പൂമുഖം, ഓമന ചുണ്ടത്തോർ. ശരിക്കും പറഞ്ഞ ഈ പാട്ടൊക്കെ ഒരു ദേശീയഗാനാക്കി മാറ്റണം. കാരണം സ്കൂളിലെ പദ്യം ചെല്ലാൻ പറഞ്ഞൊരു പക്ഷെ കുട്ടികൾക്ക് അറിയില്ല. പക്ഷെ എന്റെ പാട്ട് ഇത് പാടാൻ പറഞ്ഞു പടപടാന്ന് പറഞ്ഞ് പാട്ട്. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ഒരു ഗുണം എനിക്ക് കിട്ടിയത്. ഓടപ്പഴം പോലൊരു പെണ്ണല്ലേ? ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ പുറപ്പുറവാകെ അലഞ്ഞോ നാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണോ നിന്നെ പിരിഞ്ഞു ഞാൻ പോയില്ലേടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണോ എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്നു നിന്റെ വീട്ടിലെ കല്യാണാലങ്കാരോ ഇന്നെന്റെ വീട്ടിലെ കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഒട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. കുതിരയ്ക്കോ കൊമ്പില്ല, മുതിരയ്ക്കോ മുതലില്ല, പച്ചില പാമ്പിനോ പറ്റിയില്ല. ഉപ്പുമുളക്കില്ല, പാലിനോ കഴിക്കില്ല, നിലയിൽ നീട്ടാത്തരാഗമില്ല. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഓടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഇന്നലെ നടത്തിയ ഈ പരിപാടിക്ക് 1000 നന്ദി. മഴ കൊണ്ടും എന്നെ കാത്തിരുന്ന
എൻ്റെ പെങ്ങന്മാർക്കും അമ്മമാർക്കും ചേച്ചിമാർക്കും എൻ്റെ സഹോദരന്മാർക്കും എല്ലാവർക്കും ഒരായിരം മറക്കാൻ പറ്റാത്ത 1000 നന്ദി, നമസ്കാരം. താങ്ക് യു. ഇത് മണിമുട്ടന്റെ കുഞ്ഞാണ്. അവൾക്ക് ഞാനാണ് പേരിട്ടത്, ശ്രീലക്ഷ്മി എന്ന്. എന്തായാലും അവളും എന്റെ ഒരു ആരാധികയായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമ്മുടെ ഫാൻസിന്റെ സുഹൃത്തായ